പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബെത്ലഹേം ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിത്യജീവന്റെ പാതയിൽ നമുക്ക് മുന്നേറാം. ഒരു ദൈവ പൈതലിന് ലഭിക്കേണ്ട സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിച്ച് നമുക്ക് മുന്നേറാൻ പ്രിയപ്പെട്ടവരെ. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന സ്വർഗീയ ദൂത്, തടവറ തുറക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി. അപ്പോസ്തല പ്രവർത്തനം 5:19 വചനം പറയുന്നു, രാത്രി കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവർ, ഈ വചനം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി വന്നു. കാരാഗൃഹവാതിലുകൾ തുറക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആരാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്? അത് കർത്താവ് തന്നെയാണ്, തൻ്റെ ദൂതന്മാരെ വിട്ട്. 2025 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിലും കർത്താവിന് ചെയ്യാൻ സാധ്യമാണ്. ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ കാരാഗൃഹങ്ങളിലാണ്. മാനുഷികമായി അനേകം വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് തടവറകളിലുണ്ട്. എന്നാൽ മാനസികമായി തടവറകളിലായിരിക്കുന്നവർ അനേകരാണ് പ്രിയപ്പെട്ടവരെ. മാനസികമായി തകർന്ന് ഇരിക്കുന്നവർ, ഹൃദയത്തിൽ എപ്പോഴും നിരാശയും ദുഃഖവുമായിരിക്കുന്നവർ, ജീവിതത്തിൽ പ്രത്യാശ വയ്ക്കാൻ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ആത്മീയമായും സാമ്പത്തികമായും തകർന്നിരിക്കുന്നവർ, കുടുംബജീവിതത്തെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർ, തൻ്റെ ബലഹീനതകളെ ഓർത്ത് വേദനിച്ചിരിക്കുന്നവർ, പരാജയ ഭീതിയിലിരിക്കുന്നവർ, പാപത്തിൻ്റെ ചങ്ങലകളിൽ പെട്ട് അവരുടെ പാപത്തിൻ്റെ അടിമകളായി കഴിയുന്നവർ, ഇന്ന് അനേകർ അടിമത്തത്തിലാണ്, അനേകർ തടവറയിലാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടർന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ തടവറ തുറക്കാൻ പോവുകയാണ്. അവിടേക്ക് കർത്താവിന് ദൂതൻ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവശക്തി ഇറങ്ങി വരും. പിച്ചള വാതിലുകൾ തുറക്കപ്പെടും, ഇരുമ്പാടമ്പൽ ഒടിക്കപ്പെടും. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. എന്താണ് പ്രാർത്ഥനയുടെ സാധ്യത? അതാണ് ജെറമ്യാ 32:27. കർത്താവ് പറഞ്ഞു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? മത്തായി 21:22 യേശു നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. തടവറകൾ തുറക്കുവാൻ അത് കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയിരിക്കുന്ന തടവറകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് നമുക്ക് ഒരു കയർ നൽകുകയാണ്. എന്താണ് ആ കയർ? അത് പ്രാർത്ഥനയാകുന്ന കയറാണ്. ലൂക്ക 3:21 വചനം പറയുകയാണ്, യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഭൂമിയിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവൻ സ്വർഗത്തിന്റെ തലത്തിലേക്ക് ഉയരുകയാണ്. അവന്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. അവന്റെ മുന്നിലുള്ള പിശാച് വെച്ചിരിക്കുന്ന ഭൂമിയുടെ സകല തടസ്സങ്ങളും മൺഭിത്തികളും ഇടിഞ്ഞു വിടുകയാണ്. അവന്റെ മുന്നിലുള്ള പിച്ചള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കാരണം ഭൂമിക്ക് മേൽ സ്വർഗത്തിന് അധികാരമുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ ദൈവമാണ്. നെഹെമ്യാ 2:20 സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൂമിയിലായിരിക്കുന്നവർക്ക് പരാജയമുണ്ട്, എന്നാൽ സ്വർഗത്തിന്റെ മക്കൾക്ക് പരാജയമില്ല. എപ്രകാരമാണ് നമ്മൾ സ്വർഗീയ മക്കളായി രൂപാന്തരപ്പെടുന്നത്? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ്. യേശു നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മേലുള്ള ചങ്ങലകൾ പൊട്ടാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഒരു വചനഭാഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 12 അവിടെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം വായിക്കുമ്പോൾ പ്രധാനമായും 3 സമയങ്ങളിലാണ് കർത്താവ് തടവറകൾ തുറന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഈ വചനം പറയുന്നു, ഹെരോദോസ് രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ തടവറയിലാക്കി. ഈ സമയം സഭ മുഴുവൻ ഭയപ്പെട്ടു പോയി. വചനം പറയുന്നു യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദോസിന്റെ പട്ടാളക്കാർ വാളിനിരയാക്കി. സഭ വല്ലാത്ത വേദനയിലായി. ഈ സമയത്ത് മറ്റെന്താണ് സംഭവിക്കുന്നത്? പത്രോസിനെയും പിടിച്ച് അവർ കാരാഗൃഹത്തിലാക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? യഹൂദർ യാക്കോബിന്റെ മരണത്തിൽ സന്തോഷിച്ചു എന്ന് കണ്ടപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ പത്രോസിനെയും കൊല്ലാൻ ഒരുങ്ങുകയാണ്.
യാക്കോബിന്റെ ഭവനം, യാക്കോബിന്റെ മരണം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? യാക്കോബ് നിശ്ചയമായി നിത്യജീവൻ പോയിരിക്കും. എന്നാൽ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പരിപൂർണമായി സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേകം യാക്കോബുമാർ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല. യാക്കോബിനെ ഹെരോദോസ് രാജാവ് തടവറയിലാക്കിയപ്പോൾ സഭ ഭയപ്പെട്ടു പോയി. സഭ പ്രാർത്ഥിക്കാൻ മുതിർന്നില്ല പ്രിയപ്പെട്ടവരെ. ഇതാ കർത്താവിന്റെ കൂടെ നടന്ന, കർത്താവ് ചെയ്ത സകല അത്ഭുതങ്ങൾ കണ്ട അതിശ്രേഷ്ഠനായ അപ്പോസ്തലനായ യാക്കോബിനെ ഹെരോദോസിന്റെ പട്ടാളക്കാർ കഴുത്തു വെട്ടിക്കൊല്ലുകയാണ്. ഇന്ന് സഭയിലെ അനേക യാക്കോബുമാർ ഇന്ന് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? സഭാമക്കൾ വേണ്ട വിധം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. സഭയ്ക്ക് വേണ്ടിയും സഭാമക്കൾക്ക് വേണ്ടിയും ശുശ്രൂഷകർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും മിഷണറിമാർക്ക് വേണ്ടിയും സഭാമക്കൾ മുട്ടമേ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ യാക്കോബുമാർ സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അപകടത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ. നമ്മളോട് കർത്താവ് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? പത്രോസ് കാരാഗ്രഹത്തിലായപ്പോൾ സഭ ഉണരാൻ തുടങ്ങി. കർത്താവിന്റെ വചനം പറയാണ്, അപ്പോസ്തല പ്രവർത്തനം 12:5, സഭ തീഷ്ണമായി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ തീഷ്ണമായി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം അപ്രകാരം തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, തീഷ്ണമായി. സഭ ഉണർന്നു, സഭാമക്കൾ ഉണർന്നു. രാത്രികൾ പകലകളാക്കി അവർ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കാൻ തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെച്ചു, സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ചു, തങ്ങളുടെ ഉറക്കം മാറ്റിവെച്ചു. അവരെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പത്രോസിനെ പോലെ ഇന്ന് അനേകം യുവജനങ്ങൾ പിശാചിന്റെ തടവറയിലാണ്. അനേകം കുടുംബങ്ങൾ പിശാചിന്റെ അടിമത്തത്തിലാണ്. അനേകം വ്യക്തി ജീവിതങ്ങൾ നിരീശ്വരവാദത്തിലും പാപ സ്വഭാവത്തിലും അശുദ്ധിയിലും ജീവിക്കുകയാണ്. ഇവർ ഒരു തടവറയിലാണ്. ഹെരോദോസ് എന്ന പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പിശാച് അനേകം വ്യക്തികളെ തടവറയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെതായ പ്രവണതകൾ അനേകരെ തടവറയിലാക്കിയിരിക്കുകയാണ്. എന്താണ് വിമോചനം വരുന്നത്? എന്നാണ് വിമോചനം വരുന്നത്? നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വിമോചനം ആസന്നമായി പ്രിയപ്പെട്ടവരെ. ഇതാ എന്താണ് സംഭവിച്ചത്? സഭാമക്കൾ ശക്തിയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. പിറ്റേ ദിവസം വിചാരണയ്ക്ക്, പിറ്റേ ദിവസം പരസ്യ വിചാരണയാണ്. പിറ്റേ ദിവസം പത്രോസിനെ മിക്കവാറും ഇതാ ഹെരോദോസ് രാജാവ് കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഇതാ അനേകം ഭടന്മാരുടെ നടുവിൽ പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നുറങ്ങുകയാണ്. ഈ സമയം അർദ്ധരാത്രി സമയം കർത്താവിന്റെ ദൂതൻ ആ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ആ കാരാഗ്രഹത്തിന്റെ മുറിയാകെ പ്രകാശമായി. അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നറിയൂ? കർത്താവിന്റെ ദൂതൻ പത്രോസ് പാർശ്വത്തിൽ തട്ടി അവനെ ഉണർത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ മേലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണു. പെട്ടെന്ന് ദൂതൻ പറഞ്ഞു, ഇതാ വേഗം ഇതാ പാദരക്ഷകൾ ധരിക്കുക, എൻ്റെ പിന്നാലെ വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൂതന്റെ പിന്നാലെ പത്രോസ് പോകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 12:10 വചനം പറയുന്നു, ഇതാ നഗരത്തിന്റെ കവാടങ്ങൾ അവർക്കായി സ്വയം തുറക്കപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് അപ്പോസ്തല പ്രവർത്തനം 12:7 സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ദൂതൻ ഇറങ്ങി വരും. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവിന് ഒരു ഇടപെടൽ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ ICU മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണോ? ഇത് ICU മുറിയിലേക്ക് ദൈവത്തിന് ദൂതൻ ഇറങ്ങി വരികയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു മകനാണോ, ഒരു മകളാണോ? നിങ്ങളുടെ പ്രതിസന്ധിയിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് കർത്താവിന് ദൂതനെ അയക്കുകയാണ്. അവിടെ അത്ഭുതം സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അന്ധകാരമായിരുന്ന ആ സ്ഥലത്ത് പ്രകാശം കടന്നു വരികയാണ്. കെട്ടപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് കർത്താവിന്റെ ദൂതൻ നമ്മെ കടന്നു വന്ന് തട്ടി ഉണർത്തുകയാണ്. അവിടെ ഉണർവുണ്ടാകും. അവിടെ മന്നോഷ്മത മാറിപ്പോകും. അവിടെ ഉണർവ് വ്യാപരിക്കാൻ തുടങ്ങും. അവിടെ ദൈവജനം പരിശുദ്ധ ശക്തിയോടെ ഉണരാൻ തുടങ്ങും. സാത്താന്റെ കോട്ടകൾ തകരാൻ തുടങ്ങും. പിന്നീട് എന്ത് സംഭവിക്കും? നമുക്ക് അഴിക്കാൻ പറ്റാത്തൊരു ചങ്ങല ലോകവും പിശാചും നമ്മുടെ മേലിട്ടിട്ടുണ്ട്. ആ ചങ്ങല ഇത് പൊട്ടാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വതന്ത്രരാകുന്നു. പിന്നീട് കർത്താവിന്റെ ദൂതൻ നമ്മെ നയിക്കുകയാണ്. എവിടേക്ക്? പുറത്തേക്ക് നയിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക്, കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥിക്കുവാൻ ഈ വ്യക്തി തുടങ്ങുമ്പോൾ തന്നെ പിശാചിന് അവന്റെ മേൽ അധികാരം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുക, മുട്ടുമേലായിരിക്കുക, യേശുനാമത്തെ വിളിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ഈ ലോകത്തിന്റെ പ്രവണതകളെ, ലോകത്തിന്റെ പ്രലോഭനങ്ങളെ, ജഡത്തിന്റെ വ്യാപാരങ്ങളെ, പിശാചിന്റെ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധ്യമാണ്. ഞാനൊരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്യൂബ എന്ന രാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ജോൺ പോൾ സെക്കൻഡാണ് ആദ്യമായി ക്യൂബയിൽ കാലുകുത്തുന്ന ഒരു മാർപ്പാപ്പ. അതിനുമുമ്പ് ഒരു മാർപ്പാപ്പയ്ക്കും ക്യൂബ എന്ന രാജ്യത്ത് കാലുകുത്താൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? അതൊരു നിരീശ്വര രാജ്യമാണ്, അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടേക്ക് മാർപ്പാപ്പയ്ക്ക് കടക്കാൻ പ്രവേശനം ഇല്ല. സമയത്താണ് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്, കർത്താവിന്റെ പ്രിയപ്പെട്ട മകൻ, പ്രാർത്ഥനയുടെ മാർപ്പാപ്പ, ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, വിശുദ്ധ ജോൺ പോളിനോട് പറഞ്ഞു, ജോൺ പോളെ, നീ ക്യൂബയിൽ കാലുകുത്തണം, ഞാൻ അതിനായി വഴികൾ തുറന്നു തരാം. സമയത്ത് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ഡോക്ടർ ജോവാക്കിങ്ങിനെ ക്യൂബയിലേക്ക് അയക്കുകയാണ്. അവിടെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ പേരാണ് ഫിഡൽ കാസ്ട്രോ. നിരീശ്വരവാദിയാണ്, ഒരിക്കലും ദൈവത്തിൽ വിശ്വാസമില്ല. ഫിഡൽ കാസ്ട്രോയുടെ അടുത്ത് ഒരിക്കലും ഒരു പെർമിഷൻ ലഭിക്കുകയില്ല. എന്നാൽ ഡോക്ടർ ജോവാക്കിങ് അവിടെ ചെന്ന് ഇത് സംസാരിക്കുകയാണ്. മാർപ്പാപ്പ ഈ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഒക്ടോബർ മാസമാണ്, 1997 ഒരു ഒക്ടോബർ മാസം. ഫിഡൽ കാസ്ട്രോ ഒന്നും സമ്മതിക്കുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ വീണ്ടും ചർച്ച നീളുകയാണ്. ഫിഡൽ കാസ്ട്രോ എല്ലാ ഉപാധികളും നിരസിക്കുകയാണ്, എല്ലാ മേഖലകളിലും തടസ്സം നിൽക്കുകയാണ്. സമയത്ത് അവസാനം ഏകദേശം 1 മണി സമയം. 1 മണി സമയമായപ്പോൾ ഫിഡൽ കാസ്ട്രോയോട് ഡോക്ടർ ജോവാക്കിം പറയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ താങ്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം ഫിഡൽ കാസ്ട്രോ പൊട്ടിച്ചിരിക്കുകയാണ്. ഊറി ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചാൽ എന്നിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ആ വ്യക്തി പരിഹാസത്തോടെ ചിരിക്കുകയാണ്. സമയം വീണ്ടും ജോവാക്കിം പറഞ്ഞു, ഞങ്ങളുടെ മാർപ്പാപ്പ 7:30 എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവികാന സന്നിധിയിൽ ക്യൂബ എന്ന രാജ്യത്തെ സമർപ്പിച്ച് താങ്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയൂ? ക്യൂബ എന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഫിഡൽ കാസ്ട്രോയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ വരാൻ തുടങ്ങി. ഒത്തിരി വികാരപരമായി ആ മുഖത്ത് ചില ഭാവമാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാ ഫിഡൽ കാസ്ട്രോയുടെ ആ പൊട്ടിച്ചിരി മാഞ്ഞു. ആ വ്യക്തി മുഖത്ത് വല്ലാത്തൊരു ഗൗരവം. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിലും ആ വ്യക്തി വിയർക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയൂ? വത്തിക്കാന്റെ എല്ലാ അനുമതികളും, വത്തിക്കാന്റെ മാർപ്പാപ്പയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫിഡൽ കാസ്ട്രോ അംഗീകരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് നിരന്തരമായി ക്യൂബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഫിഡൽ കാസ്ട്രോ എന്ന ഉരുക്ക് മനുഷ്യന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു. അവന്റെ മേലുള്ള ആ സകല തിന്മയുടെ ദുരാത്മാവ് ബന്ധിക്കപ്പെട്ടു. ജോൺ പോൾ സെക്കൻഡിന് ആ രാജ്യത്തെ പ്രവേശിക്കുവാൻ പെർമിഷൻ ലഭിക്കുകയാണ്. അങ്ങനെ 1998 ജനുവരി 21 ക്യൂബയിലെ ജോസ് മാർട്ടിൻ വിമാനത്താവളത്തിൽ മാർപ്പാപ്പ ഇറങ്ങുകയാണ്. ക്യൂബക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മതിലുകളിൽ എഴുതി വെച്ചിട്ട് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ഫിഡൽ കാസ്ട്രോ ഒരു വിപ്ലവമാണ്, ഒരു സംഭവമാണ്. ക്യൂബ ഒരു വിപ്ലവമാണ്. ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന അനേകം യുവാക്കൾ അവിടെയുണ്ട്, അനേകം വ്യക്തികളുണ്ട്. ഈ സമയത്ത് ദൈവമില്ല എന്ന് പറയുന്നവർ അവിടെയുണ്ട്. എന്നാൽ മാർപ്പാപ്പയുടെ മൊബൈൽ വാഹനം ജോസ് മാർട്ടി വിമാനത്താവളത്തിൽ നിന്ന് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ക്യൂബയിൽ മറ്റൊരു വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് ദൈവസ്നേഹത്തിന്റെ വിപ്ലവമായിരുന്നു. ഒരു അഭിഷേകം അവിടെ ചലിക്കാൻ തുടങ്ങി. അനേകം യുവാക്കൾ മാർപ്പാപ്പയുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ തുള്ളിച്ചാടി ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ആദ്യമായി ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം ആശംസിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം എന്തെന്നില്ല അറിഞ്ഞുകൂടാത്ത ക്യൂബൻ ജനത ദൈവസ്നേഹത്തിന്റെ തീപ്പൊരിയാൽ എരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 5 ദിവസത്തെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഫിഡൽ കാസ്ട്രോയുടെ വ്യക്തിപരമായ ഭവനത്തിൽ ഇതൊരു വിരുന്ന് സൽക്കാരമാണ്. വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് ഫിഡൽ കാസ്ട്രോയും 2 സഹോദരിമാരും
ജോൺ പോൾ സെക്കൻഡിന്റെ മുൻപിൽ മുട്ടുകുത്തി പിതാവിന് പറഞ്ഞു, പിതാവെ ഞങ്ങൾ ആശീർവദിക്കണം. ഈ സമയത്ത് കണ്ടുനിന്ന വ്യക്തികൾ പറയാണ്, ഫിഡൽ കാസ്ട്രോ എന്ന ഉരുക്ക് മനുഷ്യൻ വിതുമ്പുകയാണ്. ആ 3 പേരെയും പിതാവ് ആശീർവദിച്ചു. ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ? ആ രാജ്യത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സം മാറ്റുകയാണ്. അവിടേക്ക് അഭിഷിക്തർക്കും സമർപ്പിതർക്കും മിഷനറിമാർക്കും പ്രവേശിക്കാനുള്ള വിസലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് വലിയ മാറ്റങ്ങൾ പിന്നീട് സംഭവിക്കുകയാണ്. ആ വലിയ കാരാഗൃഹം തുറക്കപ്പെടുകയാണ് ദൈവരാജ്യത്തിനായി. എവിടെ പ്രാർത്ഥന ഉയരുന്നുണ്ടോ അവിടെ ദൈവരാജ്യം തുറക്കപ്പെടും. ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ, കുടുംബങ്ങൾ നിരാശയുടെയും ദുഃഖത്തിന്റെയും പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാരാഗൃഹം തുറക്കപ്പെടുകയാണ്. ദൈവരാജ്യത്തിന്റെ സമ്പന്നത അവിടേക്ക് ഇറങ്ങി വന്നിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന അത് വലിയൊരു ദൈവത്തിന്റെ കൃപയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൃപ പരസ്പരം നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, റൈസപ്പ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്ക് വേണ്ടി സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനയുടെ അഭിഷേകം പകരപ്പെടട്ടെ. ഈ ലോകത്തിൽ മുന്നിൽ മുട്ടുമടക്കാതെ, വിശ്വാസത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ, ലോകത്തിന് പ്രതിസന്ധികൾ മുന്നിൽ മുട്ടുമടക്കാതെ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു പുത്തൻ അഭിഷേകം സകല മക്കളുടെ മേലും കർത്താവ് അങ്ങ് അയക്കണമേ. പ്രാർത്ഥന വീരന്മാരാക്കി അനേകം മക്കളെ ഇപ്പോൾ അങ്ങ് അഭിഷേകം ചെയ്യണമേ. യേശു നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.